ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടി കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, നമ്മളിന്ന് ആ വണ്ടി ഏതാണെന്ന് കാണിക്കാം. ഗൈസ് നമ്മളിപ്പോൾ ഒരു കാടിൻ്റെ സൈഡിൽ നമ്മൾ വണ്ടി ഒതുക്കിയിട്ടേക്കാണ്, മര്യാദയ്ക്ക് ഇട്ടേക്കാണ്. ഗൈസ് ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം. അതേ ഗൈസ്, ഇതാണ് നമ്മുടെ വണ്ടി. ഗൈസ് ഇത് നമ്മുടെ ഡോഡ്ജിൻ്റെ ചാർജർ SRT ആണ്. ഗൈസ് ഈ ഒരു വണ്ടി എന്ന് വെച്ചാൽ 2050 മോഡലാണ്. ഗൈസ് ഈ വണ്ടി നമ്മൾ ഫുള്ള് ട്യൂൺ ചെയ്ത് ഫുള്ള് പാൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദേ ഇതാണ് ഗൈസ് നമ്മുടെ ലുക്ക് എന്ന് തന്നെ പറയുന്നത്. ഗൈസ് എന്തായാലും കൊള്ളാം. ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ കിടപ്പുണ്ട്. നമ്മൾ ഷോർട്സ് കാണുന്നവരാണെങ്കിൽ തൊട്ട് താഴെ തന്നെ നമ്മുടെ ലിങ്കിൻ്റെ ഇത് കൊടുത്തേക്കാം. ഗൈസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ചാനൽ കയറിയും ഇതിൻ്റെ ഫുൾ വീഡിയോ കാണാം. ഗൈസ് നമ്മൾ ഈ ഒരു സൗണ്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ലുക്ക് കൊള്ളാം, ഫ്രണ്ട് ലുക്ക് കൊള്ളാം ഗൈസ്, പക്ഷേ ബാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അടിപൊളിയാണ്, ഫ്രണ്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതി. ഗൈസ് നമ്മുടെ സൗണ്ടും കാര്യങ്ങളും ഇതാണ് ഗൈസ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. ഗൈസ് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ആർപിഎം കാര്യങ്ങളൊക്കെ അനങ്ങുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഗൈസ് ഫ്രണ്ട്സൊക്കെ കളിക്കുന്നുണ്ട്, ഉറപ്പായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഒന്നിച്ച് ഈ ഒരു ഗെയിം കളിക്കാം ഗൈസ്, ഒന്നിച്ച് കളിക്കാം. എന്തായാലും കൊള്ളാം ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോകാം ഗൈസ്. അതായത് ഇവിടുന്ന് ഏകദേശം ഒരു 7.5 കിലോമീറ്റർ നമുക്ക് പോകാനുണ്ട്. അവിടെ വരെ നമുക്ക് നൈസായിട്ട് പോവാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് പെയ്യെ പോകണം. എന്താ പറയുക, നമ്മൾ വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ഗൈസ് നമ്മൾ പെയ്യെ മര്യാദയ്ക്ക് ഓടിക്കണം. പക്ഷെ നമുക്കിപ്പോൾ ഒരു പോകേണ്ട സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ചള്ളേക്കൂടാണ്. നമ്മുടെ ചള്ളയൊക്കെ നൈസായിട്ട് നമ്മളിന്ന് വീല് കയറുന്ന ഒരു വഴിയൊക്കെ സെറ്റായിട്ട് കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. ഗൈസ് ഇത് ലോ ഗ്രാഫിക്സ് ആയിട്ട് തന്നെ ഇത്രയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹൈ ഗ്രാഫിക്സ് ആണ്, നിങ്ങൾ പറയുകയേ വേണ്ട, നല്ല രീതിയിൽ ഇതാവും. ഗൈസ് നമ്മുടെ ചാനലിൻ്റെ വളർച്ച അനുസരിച്ച് നമ്മൾ പുതിയ ലാപ്പ് വാങ്ങും ഗൈസ്. അതായത് നിങ്ങളുടെ സപ്പോർട്ടിങ് കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് പുതിയ ലാപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങുന്നതായിരിക്കും ഗൈസ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പുതിയൊരു ലാപ്പ് വാങ്ങണം, അതിനുള്ള ഒരു സെറ്റിൽമെൻറ്റ് ചെയ്യണം ഗൈസ്. അതുകൊണ്ടാണ് പറയുന്നത് ഗൈസ്. ക്ഷമിക്കണം, നമുക്ക് ചെറിയൊരു പനിയുണ്ട്, അതുകൊണ്ട് നമുക്ക് ചുമ ഇടയ്ക്ക് ഇങ്ങനെ വരും. അതാണ് ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഗൈസ്. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി അങ്ങോട്ട് പോകാം ഗൈസ്. നമ്മുടെ വണ്ടി ഫുള്ള് ചള്ളയായി, വെള്ള വണ്ടി നല്ല സെറ്റായിരുന്നു, ഫുള്ള് ചള്ളയായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വീലൊക്കെ ചള്ളയായി. അതൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് നൈസായിട്ട് നമുക്ക് എന്താ പറയുക, ഏതോ ഒരുത്തൻ തൊലയാൻ പോയി അതുകൊണ്ട് കിടക്കുന്നവൻ മൂഞ്ചി അവിടെ എല്ലാം കിടക്കട്ടെ ഗൈസ്. എന്താ പറയുക, നമ്മൾ വീലിലെ റിമ്മും കാര്യങ്ങളൊക്കെ നല്ല ചള്ളയായിട്ടുണ്ട്. നമുക്ക് ഗൈസ് അത് റോഡിൽ ഇറങ്ങുമ്പോൾ സെറ്റാവും. പക്ഷേ രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. അല്ലേ ഗൈസ്, അവിടെ കിടക്കുന്ന കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ്. അവൻ പോകുന്നു അവൻ വീണ്ടും ഒന്നുകൂടെ കയറിപ്പോവാണ് ഗൈസ്. പിന്നെ അവൻ ഇതായിട്ട് തിരിച്ച് കയറിപ്പോവാണ്. അവൻ എന്തെങ്കിലും ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ കാര്യം ഗൈസ്, നമുക്ക് നമ്മുടെ കാര്യം. നമ്മൾ ഈ ഒരു വണ്ടി എത്ര പവർ കയറുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ്. ഏകദേശം ഒരു 300 കിലോമീറ്റർ സ്പീഡൊക്കെ കയറുമായിരിക്കും ഗൈസ്. നമ്മൾ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ടൈപ്പ് പണിയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല 400 കയറുമെന്ന് ഗൈസ്, എനിക്കൊരു പിടിയില്ല. എന്തായാലും നമ്മുടെ വണ്ടി റോഡിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ചെറിയ ഒരു ചള്ളക്കൂടൊക്കെ കയറ്റമൊക്കെ കഴിഞ്ഞ് ഗൈസ് നമ്മൾ നൈസായിട്ട് റോഡിലോട്ട് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കാം അങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ, ഇനി ഇവിടെ അങ്ങോട്ട് കത്തിച്ച് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കാം ഗൈസ്. നമുക്ക് വണ്ടി ഇത്ര നല്ലൊരു പവർ, അതായത് വണ്ടി പവർ എടുത്ത് വെച്ച് തരും നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് ഗിയറിലൊക്കെ. ആ സമയത്ത് നമ്മൾ കൈ കൊടുക്കുന്നിടത്തായിരിക്കും ഗൈസ് വണ്ടി പോകുന്നത്. ആ ഒരു സംഭവമാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമുക്ക് എന്താ പറയുക ഗൈസ്, ക്ഷമ അങ്ങോട്ട് കിട്ടത്തില്ല. ഇപ്പോൾ ഞാൻ ആ വഴി കൂടെ വന്ന പാട് എനിക്ക് തന്നെ അറിയാം ഗൈസ്. നമ്മുടെ കയ്യിൽ ഇത്രയും പവർ കിടക്കുമ്പോൾ നമ്മൾ അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു, ഉപയോഗിക്കുക ഗൈസ്. ഇപ്പോൾ നമ്മൾ ഏകദേശം വണ്ടി സെറ്റായി കാണും. കാരണം നമ്മൾ ഇത്രയും ചള്ളയൊക്കെ അല്ലായിരുന്നു. പിന്നെ ഇത്ര റോഡിൻ്റെ വെള്ളവും റോഡിൽ കൂടെ എന്താണെന്ന് പറയാം ഗൈസ്, ആ ഒരു ഇതാണ് ഗൈസ്. ഇതിൻ്റെ സൗണ്ട് ഇടിച്ച് ഗൈസ്. ഉയ്യോ, അതുകൊണ്ട് ട്രാക്ടറും അതോടെ 2 സൈഡിലായിപ്പോയി കേട്ടോ. നമ്മുടെ വണ്ടി ഇടിയുടെ പവറിൽ ഗൈസ് രണ്ട് സൈഡിൽ പോയി. മറ്റേ കാർ അങ്ങ് തീർച്ച് സൈഡിലോട്ടങ്ങ് പോയി ഗൈസ്. ട്രാക്ടർ സൈഡിലോട്ട് ആയിപ്പോയി. അതെന്തെങ്കിലും ആട്ടെ ഗൈസ്. ഇതിനകത്തൊരു സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറയാം ഗൈസ്. എനിക്ക് ഇതിൻ്റെ ആ ഒരു സൗണ്ട്, ചാർജറിൻ്റെ സൗണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. സത്യം പറയാമല്ലോ, എനിക്ക് ഈ ചാർജറിൻ്റെ സൗണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കിതിന് മുന്നത്തെ ഇതിൻ്റെ ആയിരുന്നു ഇഷ്ടം, മറ്റേ ഡോഡ്ജിൻ്റെ ആയിരുന്നു ഗൈസ്. അതാ കുറച്ചുകൂടെ സുഖം, അത് കേൾക്കാനാണ് ഗൈസ് നല്ല സുഖമാണ്.
ഗൈസ്. പക്ഷേ ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. പിന്നെ നമുക്കെന്ന് പറയാനുള്ള ഗൈസ്, നമുക്ക് ഡിജിറ്റലും ഉണ്ട്, അല്ലാത്ത നമുക്ക് സ്പീഡോമീറ്ററും കാര്യങ്ങളുണ്ട്. നമുക്ക് കാണുമ്പോഴറിയാം നടുക്ക് നമ്മുടെ ഡിജിറ്റലുണ്ട്. പിന്നെ SRT എന്ന് പറഞ്ഞ മറ്റേ സ്റ്റിയറിങ്ങിൻ്റെ ഇതെല്ലാം. പിന്നെ നമുക്ക് എന്താ പറയുക, ഈ സ്റ്റിയറിംഗ് സൈഡിലത്തെ ബട്ടണും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാം സെറ്റാണ് ഗൈസ്. അതെല്ലാം നമ്മുടെ വണ്ടിയിലുണ്ട് ഗൈസ്. നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ ട്രാക്കിലോട്ട് വരാറായിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ ലുക്ക് കൊള്ളാം അല്ലേ. ഇപ്പം നമ്മളെ ചള്ളയൊക്കെ മാറി ഇത് സെറ്റായിട്ട് ഇരിപ്പുണ്ട് വണ്ടി. ഈ ഒരു ലുക്ക് ഫ്രണ്ടിൽ നിന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ബാക്കിൽ നിന്ന് ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടിയിട്ടില്ല ഗൈസ്. അത് നമുക്ക് കാണുമ്പോഴേ എനിക്ക് എന്തോ പോലെ, എനിക്ക് ബാക്കിലത്തെ ഫിനിഷിങ് സത്യം പറഞ്ഞാൽ ഇച്ചിരി പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല ഗൈസ്. എനിക്ക് ഇതിനൊരു ബാക്ക് കാണുമ്പോൾ ഒരു ഹോണ്ടയുടെ ഏതോ ഒരു വണ്ടി എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഗൈസ്. അതേപോലെ ഇരിക്കുന്നു. എനിക്ക് ഏത് വണ്ടിയാണെന്ന് അറിഞ്ഞുകൂടാ ഗൈസ്, പക്ഷേ അതേപോലെ തന്നെ ഇരിക്കുന്നു ഗൈസ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഗൈസ്. എന്തായാലും കൊള്ളാം. നമ്മുടെ ട്രാക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിനി അവിടെ വണ്ടിയേക്കാം ഗൈസ്. നമ്മളെ വണ്ടി വെളിയിലുള്ള സൗണ്ട് സെറ്റാണ്, പക്ഷേ അകത്തെ ചാർജറിൻ്റെ സൗണ്ട് ഭയങ്കര കത്തിയായിട്ടുണ്ട്. സത്യം പറയാലോ ഭയങ്കരമായിട്ട് വൃത്തിയിടായിപ്പോയി ഗൈസ്. നമുക്ക് ഇച്ചിരി ബാക്കിലോട്ട് എടുത്താലോ, ഒത്തിരി കൊണ്ടോട്ട് കയറിയാന്ന് തോന്നുന്നല്ലേ. കുറച്ച് ബാക്കിലോട്ട് എടുക്കാം ഗൈസ്. നമ്മുടെ ഡോഡ്ജിൻ്റെ ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട്, സെറ്റാണ് ഗൈസ്. വണ്ടി ലൈറ്റ് ഓഫ് ചെയ്തു കേട്ടോ, ഹോണ്ടയൊക്കെ ഗൈസ്. ഒരു ഇച്ചിരി ബാക്കിലോട്ട് വന്നപ്പോഴത്തേക്കും ലൈറ്റ് ഓഫ് ചെയ്തു ഗൈസ്. എന്തായാലും കൊള്ളാം. നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടുണ്ട് ഗൈസ്. സൗണ്ടൊക്കെ സീനാണ് ഗൈസ്. ഈ ഒരു ലുക്ക് നിങ്ങൾ നോക്കിയേ. ഈ ഒരു ടണലിനകത്ത് ഈ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എനിക്ക് ബാക്കിൽ ഇഷ്ടപ്പെട്ടില്ല. ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഒരു കിട്ടിലെ ലുക്ക് തന്നെയാണ് ഗൈസ്. നമ്മൾ പിന്നെ സൗണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ്. ഈ ഒരു സൗണ്ടാണ്. ഈ ഒരു ലുക്ക് വേറെ ലുക്ക് തന്നെയാണ് ഗൈസ്. ഇത് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ലൈറ്റ് ഓഫ് ചെയ്ത് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട് ഇത് ഗൈസ്. ഓക്കെ ഗൈസ്. നമ്മളിപ്പോൾ കത്തിച്ച് വിടാണ്. 4th ഗിയർ 5th ഗിയർ ഗൈസ്. 300 ഗൈസ്. 310 27 ഗൈസ്. 327 6th ഗിയറും ഗൈസ്. മഴ പെയ്തിട്ട് ചാറ്റിലൊക്കെ വെള്ളമൊക്കെ പോകുന്നുണ്ട്, തെറിച്ചാൽ പോകുന്നു ഗൈസ്. 6th ഗിയർ 370 ഗൈസ്. 400 അടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 300 അടിച്ച് ഗൈസ്. 380 ഗൈസ്. 400 അടിക്കാനുള്ള പവർ ഗൈസ്. 400 അടിക്കാനുള്ള പവറുണ്ട്, പക്ഷേ അതിനുള്ള ടൈം കൂടെ കുറച്ചുകൂടെ വേണം ഗൈസ്. നമ്മൾ ആ ഒരു സമയമാകുമ്പോഴത്തേലും വണ്ടി പതുങ്ങിയിട്ടുണ്ട് ഗൈസ്. അതെന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എവിടെയോ പ്രശ്നമുണ്ട് ഗൈസ്. ഓക്കെ. എന്തായാലും കൊള്ളാം ഗൈസ്. നമ്മുടെ വണ്ടി ഇപ്പം ഏകദേശം 380 അല്ലേ ഗൈസ്. 380 കയറിയിട്ടുണ്ട് ഗൈസ്. ഒരു 20 കിലോമീറ്ററിൻ്റെ ഇതോടെ ഉള്ളതായിരുന്നു 400 അടിച്ച് ഗൈസ്. എന്തായാലും കൊള്ളാം. അത് പറഞ്ഞ കാര്യമില്ല ഗൈസ്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി ഗൈസ്. നമ്മുടെ റിംഗ് റോഡിൽ വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം ഗൈസ്. നമുക്ക് വീഡിയോയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇടുക ഗൈസ്. ഏതെങ്കിലും വണ്ടി വേണമെങ്കിലും കമൻറ്റ് ഇടുക. നിങ്ങൾ ഫ്രണ്ട്സൊക്കെ കളിക്കുന്നുണ്ട്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്നിച്ച് കളിക്കാൻ പറ്റുന്നതായിരിക്കും ഗൈസ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും വണ്ടി വേണം ഒന്ന് ഞാൻ ശരിക്കും പറയുകയാണ്, കമൻറ്റ് ചെയ്യുക. നേരത്തെ കമൻറ്റൊക്കെ വരികയായിരുന്നു ഗൈസ്. ഇപ്പോൾ കമൻറ്റ് അതുപോലെ തന്നെ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ.